നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂർ BP അങ്ങാടി നേർച്ചയ്ക്കിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തിരൂർ ഏഴൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ സംസ്കാരം ശനിയാഴ്ച. വെള്ളിയാഴ്ച രാത്രി തിരൂർ തെക്കുമുറിയിലെ വാടക വീട്ടിലെത്തിച്ച കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒട്ടേറെ ആളുകളെത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം കൃഷ്ണൻകുട്ടിയുടെ കുടുംബം താമസിക്കുന്ന വാടക വീട്ടിലെത്തിച്ചത്. ബുധനാഴ്ച പുലർച്ചെ ആനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൃഷ്ണൻകുട്ടി വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. പരിക്കേറ്റതു മുതൽ ഗുരുതരാവസ്ഥയിലായിരുന്നു കൃഷ്ണൻകുട്ടി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകി വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. BP അങ്ങാടി നേർച്ചയ്ക്കെത്തിയ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ജാറം മൈതാനിയിൽ നാട്ടുകാർക്കിടയിൽ നിൽക്കുകയായിരുന്ന കൃഷ്ണൻകുട്ടിയെ തുമ്പിക്കൈകൊണ്ട് ചുഴറ്റിയെടുത്ത് എറിയുകയായിരുന്നു. വായുവിൽ 2 തവണ വട്ടം കറക്കിയ ശേഷമായിരുന്നു കൃഷ്ണൻകുട്ടിയെ ഉപേക്ഷിച്ചത്. കാലിൽ പിടികൂടിയായിരുന്നു ആനയുടെ പരാക്രമം. ആന്തരിക പരിക്കുകളാണ് മരണത്തിന്റെ പ്രധാന കാരണം. കൃഷ്ണൻകുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ തെക്കുമുറിയിലെത്തി. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് 54 വയസ്സുകാരനായ കൃഷ്ണൻകുട്ടി യാത്രയായിട്ടുള്ളത്. തിരൂർ ഏഴൂർ സ്വദേശിയായ ഇദ്ദേഹം തെക്കുമുറിയിൽ ഏതാനും ദിവസം മുമ്പാണ് താമസം തുടങ്ങിയത്. പാചകം ഉൾപ്പെടെയുള്ള വിവിധ ജോലികൾ ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. തുവക്കാട് പോത്തന്നൂരിൽ നിന്നുള്ള വരവ് ജാറം മൈതാനിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയായിരുന്നു വരവിനൊപ്പം വന്ന പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന കൃഷ്ണൻകുട്ടിയെ ആക്രമിച്ചത്. ജാറം മൈതാനിയിൽ നിരന്നു നിൽക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി മുന്നോട്ട് തള്ളിയെത്തുകയും പരാക്രമിയാകുകയുമായിരുന്നു. ആക്രമണത്തിൽ ബോധം നഷ്ടമായ നിലയിലായിരുന്നു കൃഷ്ണൻകുട്ടി. മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ആളെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കളെ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് 1 മണിക്കൂറിലേറെ നേരം നേർച്ച അലങ്കോലമായിരുന്നു. ആനകളെ എഴുന്നള്ളിക്കുന്നത് ഒഴിവാക്കിയായിരുന്നു പിന്നീടുള്ള പെട്ടിവരവുകൾ ജാറത്തിലെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ആളുകൾ ചിതറിയോടിയതിനെ തുടർന്ന് 30ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. നിന്നു തിരിയാനിടമില്ലാത്ത വിധം ജനം തിങ്ങിക്കൂടി നിൽക്കുന്നിടത്തായിരുന്നു ആന വില്ലനായി മാറിയത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ.
35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.